അച്ഛാ നമുക്കെന്ന് ഇറങ്ങിയാലോ? ഒരുപാട് സമയമായി. അതിന് മാത്രം സമയമായോ? അല്ല, അച്ഛന് മെഡിസിൻ എടുക്കേണ്ട സമയമായല്ലോ. അതും കറക്റ്റ്. ഏയ് സീതാസമേതം രാമേന്ദ്രൻ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ, നിങ്ങൾ തുടർന്നോളൂ. ഹാവ് ഫൺ അപ്പോ. ഓക്കേ, ബൈ ബൈ ഗൈസ്. ബൈ സർ. ബൈ 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 ചെറിയ. ബൈ ബൈ. ഓക്കെ ഇരുന്നോളൂ. ഗെയിംസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മ്യൂസിക്. നിന്റെ ടേണ്. ബാബ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റാം സർ. ഓക്കേ. രണ്ട് വേർഡ്സ്. ഫ്രണ്ട്ഷിപ്പ്, കപ്പിൾസ്, ആണും പെണ്ണും, രാജമാണിക്യം, ബോയ്ഫ്രണ്ടോ? മിസ്റ്റർ ആൻഡ് മിസ്സസ് രാമചാരിയാണോ? സംസാരം ആരോഗ്യത്തിന് ഹാനികരം. ദേവറയാണോ? ഫൈറ്റ് ക്ലബോ? സോറി പറയുന്ന സിനിമയോ? സീത, നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് മനസ്സിലുള്ളത് തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ടും നീ കേൾക്കുന്നില്ലല്ലോ. തനിക്ക് ഞാൻ കാരണം ഉണ്ടായ വിഷമത്തിനും ഇത്രയും ദിവസം തന്നോട് പറഞ്ഞ കള്ളങ്ങൾക്കും ഇതിൽ കൂടുതൽ എങ്ങനെ ഞാൻ ക്ഷമ ചോദിക്കണ്ടേ? പ്ലീസ് ഫോർഗിവ് മീ സീത. സോറി. സോറിയുടെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായി. ഐ ആം സോറി. ഒരു 4000 സോറി. സീത, തനിക്ക് മനസ്സിലാവുന്ന കരുതിയ റാം സാർ താഴെ ഇരുന്ന് കാണിച്ചു തരുന്നേ. നിങ്ങൾക്ക് അതിന്റെ ആൻസർ അറിയെങ്കിൽ പറ. നിനക്ക് മനസ്സിലായോ സീത? ഇനഫ്. എനിക്കിനി ആക്ട് ചെയ്യാൻ വയ്യ. റൂട്ട്സ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഞാൻ തന്നെ പറയാം. ഓക്കെ? ചിലപ്പോ ലൈഫിൽ ചില തെറ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമാവാതെ മറ്റൊന്നിലേക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ. ഐ എഗ്രീഡ്. തെറ്റ് തന്നെയാണ്. പക്ഷെ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഒരവസരമെങ്കിലും കൊടുക്കണം. ഐ ഡോണ്ട് നോ, ഈ ഗുണം ഒരു ആണിനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. പക്ഷെ ഒരു പെണ്ണിന് ഈ ഗുണം എന്തായാലും ഉണ്ടാവും. അവൾക്ക് എത്ര തന്നെ വേദനിച്ചാലും ആ തെറ്റൊക്കെ ക്ഷമിച്ച് ഒരവസരം കൂടെ കൊടുക്കും. അതുകൊണ്ടാ നമ്മൾ ഈ ഭൂമിയെ പോലും അമ്മയായിട്ട് കാണുന്നത്. ഇനിയെങ്കിലും ഒന്ന് ഗസ് ചെയ്യാമോ അതെന്താണെന്ന്? ക്ഷമിച്ചു എന്നൊരു വാക്ക്. പെർഫെക്റ്റ്. ഓക്കെ എല്ലാം ഓക്കെ. പക്ഷെ നമ്മുടെ ആ പട്ടം പറപ്പിക്കലിന്റെ വിന്നർ ആരാണെന്ന് മാത്രം നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റാം ആൻഡ് സീത, അവരുടെ രണ്ടുപേരുടെയും പട്ടം ഒരുപാട് ഉയരത്തിലാണ് പറഞ്ഞത്. പക്ഷേ രണ്ടു തമ്മിൽ ജോയിൻ ആയി പോയി. സോ ഇനിയിപ്പോ എന്താ, ഈ കോമ്പറ്റീഷൻ ടൈ ഒന്ന് ഡിക്ലെയർ ചെയ്താലോ? സർ, ഒരു ഐഡിയ. നമുക്ക് റാം സാറിന് സീതയ്ക്ക് ഒരു ഗെയിം കൊടുത്താലോ? അത് നോക്കി നമുക്ക് വിജയ് അനൗൺസ് ചെയ്യാം. അതെ, അത് കൊള്ളാം. സൂപ്പർ. കൊള്ളാം സാർ, കൊള്ളാം. അത് മതി. ഓക്കെ ഗുഡ് ഐഡിയ. ഇനി ഒരു ഗെയിമോ? അയ്യോ, എനിക്കിനി അതൊന്നും കളിക്കാൻ പറ്റില്ല. സീത, ഇതൊരു സിമ്പിൾ ഗെയിമാ. 2 ട്രൂത്ത് 1 ലൈ എന്ന് വെച്ചാ രണ്ടിലൊരാള് അവരുടെ സ്വഭാവത്തെ കുറിച്ച്, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് ഒരു 3 കാര്യം പറയും. അതില് 2 സത്യവും 1 കളവും ആയിരിക്കും. അതില് കളവ് എന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് അവരായിരിക്കും വിന്നർ. ഓക്കെ? എനിക്ക് ഓക്കെയാണ്. എന്നാ വേഗം 3 കാര്യങ്ങൾ പറ സർ. നമ്മുടെ സീത കളവ് ഈസി ആയിട്ട് കണ്ടെത്തും. എനിക്ക് കള്ളം തിരിച്ചറിയാൻ കഴിയില്ല. ഞാൻ കളവും വിശ്വസിച്ചു പോകും. ഓക്കെ സീത, നോ പ്രോബ്ലം. നിങ്ങൾ പറ, നിങ്ങളെ കുറിച്ച് 2 സത്യം 1 കള്ളം. റാം അത് ഗസ് ചെയ്തോളൂ. അദ്ദേഹം ഗസ് ചെയ്താൽ അദ്ദേഹം വിന്നർ, ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിന്നർ.
ഫസ്റ്റ് വൺ, എനിക്ക് സിമ്പിൾ ആയിട്ട് ജീവിക്കുന്നതാ ഇഷ്ടം. രണ്ടാമത്തത്, ചോറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. തേർഡ് വൺ, നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സുഹൃത്തുക്കൾ വരുന്നത് എന്നാണ് എന്റെ വിശ്വാസം. അതെ അതെ റാം സാർ. ഓക്കെ റാം, സോ ഗെസ് ചെയ്യ, അവര് പറഞ്ഞ 3 കാര്യങ്ങളില് ഏതാ കള്ളം? അയാൾ പറഞ്ഞ 3 കാര്യങ്ങൾ സത്യമാണ്. അതിലൊന്നു പോലും കള്ളമില്ല. അതെങ്ങനെ സാധിക്കും? എനിക്ക് തോന്നുന്നു അതിൽ ആ ചോറിന്റെ കാര്യമോ കള്ളം പറഞ്ഞതെന്നാ. അവളുടെ ഫേവറേറ്റ് ഫുഡ് പുട്ട അല്ലേ സീത? നോ പ്രിയ, സീതയുടെ ഫേവറേറ്റ് ഫുഡ് ചോറ് തന്നെയാ. ഇയാൾ പറഞ്ഞ 3 കാര്യങ്ങൾ സത്യം തന്നെയാ. സീതയ്ക്ക് കള്ളം പറയാൻ അറിയില്ല. കള്ളം പറയുന്ന ആൾക്കാരെയും ഇയാൾ അടുപ്പിക്കില്ല. സത്യമാണോ സീത? സർ, റാം സാർ പറഞ്ഞതാ കറക്റ്റ്. എനിക്ക് കള്ളം പറയാൻ അറിയില്ല. ഈ ഗെയിമിൽ ഞാൻ തോൽവി സമ്മതിക്കുന്നു സർ. ഓക്കെ, സോ റാം ഇസ് ദ വിന്നർ. കോമ്പറ്റീഷനിൽ വിജയിച്ചവർക്ക് പ്രൈസ് ഒന്നും കൊടുക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ പട്ടങ്ങൾ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഈ സംക്രാന്തി ആഘോഷത്തിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ അത് വീട്ടിലേക്ക് വെച്ചോ. ഓക്കെ അല്ലേ? വരൂ വരൂ വരൂ. താങ്ക് യു ഗൈസ്. സീത, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? നിങ്ങൾ ബുദ്ധിമുട്ടണ്ട സർ, ഞാൻ തന്നെ ചെയ്തോളാം. താൻ എന്നോട് ക്ഷമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനെ സാറെന്ന് മാത്രം വിളിക്കല്ലേ. ഐ ഫീൽ ലൈക്ക് എൻ ഓൾഡ് മാൻ. എനിക്ക് അത്രയ്ക്ക് പ്രായമായിട്ടുണ്ടോ? ദേ കണ്ടില്ലേ, എന്നോടുള്ള ദേഷ്യം തീർക്കുന്ന ആ നൂലിന്റെ പുറത്ത്. അതൊക്കെ വെറുതെ കടുങ്കട്ട് വീഴും സീത. ഇത് ഊരിയെടുക്കാൻ പറ്റുന്നില്ല സർ. ഇനിയിപ്പോ ഒരു വഴി മാത്രമേ ഉള്ളൂ, കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. താൻ ഈ നൂലിനെ കുറിച്ച് തന്നെയാണോ സംസാരിക്കുന്നത്, അതോ നമ്മുടെ കാര്യം തന്നെയാണോ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഇനി എനിക്ക് വീട്ടിലേക്ക് പോകണം. എന്നോടൊന്നും ചോദിക്കരുത്. ഇതൊന്ന് ഊരിയെടുത്താൽ മതി എനിക്കിപ്പോ. അവസാനം നീ കട്ട് ചെയ്തു അല്ലേ? പക്ഷെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. റേഡിയോ ഗണേശൻ വരുന്നതിന്റെ ഒരു ക്ലൂ പോലും എനിക്ക് ഉണ്ടാവില്ല. പെട്ടെന്ന് വന്നിട്ട് സർ സാർ വിളിക്കുന്നുണ്ട് സർ. ഞാനും പേടിച്ചു പോയില്ലേ, ശരിക്കും റേഡിയോ ഗണേശന്. സർ നിങ്ങൾ സൂപ്പറാ സർ. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തൂടെ? നമ്മുടെ സാറ് സൂപ്പറാ. നന്നായി പാട്ടൊക്കെ പാടും. മ്യൂസിക്കൽ ഷോ ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. അതൊക്കെ പണ്ടാ. ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ. ബാക്കിയുള്ളവരൊക്കെ തോഴിമാരും. നോക്കി നിൽക്കാൻ 2 കണ്ണ് മതിയാവില്ല. സർ സർ, പ്രിയ വന്നു. പ്രിയ പോലെ ആക്ട് ചെയ്യോ? എല്ലാവരുടെയും കഴിഞ്ഞിട്ട് എന്റെ നേർക്കാണോ? എന്നെ പോലെ ആക്ട് ചെയ്യാൻ അത്ര ഈസി ഒന്നും അല്ല. അതങ്ങനെ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. കേട്ടില്ലേ സാർ? പ്രിയ പറയുന്നതൊക്കെ കേട്ടില്ലേ? നിങ്ങൾ അവളോട് തോൽവി സമ്മതിച്ചോ സാർ? ആക്ട് ചെയ്യ് സാർ. ഒരു മിനിറ്റ്. ചില സമയങ്ങളിൽ തോൽവി എന്നത് തോൽവിയാവില്ല. ചിലരുടെ മുന്നിൽ തോൽക്കുന്നതാ നമ്മുടെ വിജയാവുന്നേ. ഇതൊന്നും വേണ്ട. നിങ്ങൾ എത്ര നല്ല ആക്ടർ ആണെന്ന്
ഓൾറെഡി ഓഫീസിൽ കാണിച്ചു തന്നതല്ലേ ബോസിന്റെ റോൾ അഭിനയിച്ചിട്ട്. അതാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. അതെ, അതെ, അത് ശരിയാ, അത് ശരിയാ. സത്യമാട്ടോ. സത്യമാട്ടോ. സാർ സീത വന്നു. സീതയെ പോലെ ഒന്ന് ആക്ട് ചെയ്യൂ സാർ. അയ്യോ, സീതയെ പോലെയോ? വേണ്ട വേണ്ട, അത് ബുദ്ധിമുട്ടാവും. റാം, വേണമെങ്കിൽ റാമിനോട് പറ. എപ്പോഴും ഒരുമിച്ചിരിക്കുന്നല്ലേ, അവൻ നന്നായിട്ട് അഭിനയിച്ച് കാണിക്കും. അതെ അതെ റാം സാർ. ഐ എം റിയലി സോറി ഗൈസ്, ഐ കാൻ ഡു ദിസ്. എനിക്ക് ഞാനായിട്ടിരിക്കുന്നത് തന്നെ വലിയ ടാസ്കായിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. സീതയെ പോലെ അഭിനയിക്കാനൊന്നും എനിക്ക് പറ്റുകയില്ല. സീതയെ പോലെ ആവുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കണ്ടോ, നേരത്തെ റാം സാറ് സീതയെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ ഒരു ടാസ്ക് ചെയ്യിച്ചു. ഇപ്പോ സീതയെ പോലെ ആകാൻ കഴിയില്ല എന്ന സത്യം അംഗീകരിച്ച് അദ്ദേഹം തോൽവി സമ്മതിച്ചു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ചിലരുടെ മുന്നിൽ തോൽക്കുന്നതും നമ്മുടെ വിജയമാണെന്ന്. എനിവേസ്, ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഐ ഹോപ്പ് യു ഓൾ ഹാഡ് ഫൺ. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സംക്രാന്തി ആശംസകൾ. ഓക്കെ, താങ്ക് യു. I hope you guys had a great time. See you all again soon. Thank you, sir. Bye bye. Bye, sir. Bye bye. Bye bye. Bye. നാളെ കാണാം, Bye sir. bye. 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 Thank you. Bye bye. Okay. അമ്മേ സോറി, ലേറ്റ് ആയിപ്പോയി. സി ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, അകത്തുണ്ടാവും അല്ലേ? സിഹി മുഖവും വീർപ്പിച്ചിരിക്കുന്നുണ്ട്. നീ അവളോട് കള്ളവും പറഞ്ഞിട്ടാ പോയതെന്നും പറഞ്ഞ് ആരോട് സംസാരിക്കുന്നുമില്ല, ദേഷ്യം പിടിച്ചിരിക്കുക. കളവോ? നീ ഉച്ചയ്ക്ക് വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചിരുന്നില്ലേ, അപ്പ തുടങ്ങി ദേഷ്യം പിടിച്ചിരിക്കുന്നതാ മോളെ. നീ പോയി ചോദിച്ചു നോക്ക്. ശരി അമ്മേ, നോക്കട്ടെ. അതെന്താ നിന്റെ കയ്യില്? അതോ, പട്ടം പറത്തുന്ന കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നമ്മേ. അത് കഴിഞ്ഞ് നമ്മുടെ പേരെഴുതിയ പട്ടം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. സിക്ക് ഇത് കണ്ട സന്തോഷാവില്ലേ, അതാ കൊണ്ടുവന്ന്. ശരി ശരി, പോയി അവളോട് സംസാരിച്ചു. ശരി അമ്മേ. അയ്യോ, റാമിന്റെ പട്ടമാണല്ലോ ഞാൻ കൊണ്ടുവന്നത്. ಅದನು ಮೀರಿ ಸಾಗದು ಈ ಜೀವನ, ಯಾರ ಹೆಜ್ಜೆ ಯಾರನು ಕಾಯೋದೆ ಸುಂದರ ಧ್ಯಾನ, ಹೃದಯ ತೆರೆದು ಕೂರಲಿ ನಿನ್ನೀ ಮನ. ഡെസ്റ്റിനി എന്ന് വെച്ചാൽ ഇതാ മോനെ. ആൽക്കിമിസ്റ്റ് പറഞ്ഞ പ്രകാരം നമുക്ക് എന്തെങ്കിലും സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ അതിനുവേണ്ടി കൂടെ നിൽക്കും. ಸೇರಿ ಜಗವೇ ಕೇಳಿಕೊಂಡಿದೆ. ഇന്ന് സീതയുടെ പേരെഴുതിയ പട്ടം എനിക്ക് കിട്ടി. എന്നെങ്കിലും അവളെ എനിക്ക് കിട്ടുമായിരിക്കും. സീതാരാമ, ഓ സീതാരാമ. അതെങ്ങനെ ഇപ്പോ റാമിന്റെ പട്ടവും എന്റെ പട്ടവും തമ്മി മാറിപ്പോയതായിരിക്കോ ഇനി?
സിഹിമോളെ, എല്ലാരും പുറത്ത് കളിച്ചോണ്ടിരിക്കുവാണല്ലോ. നീ ഇവിടെ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നത്? വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും ഭക്ഷണം തരട്ടെ? ഇപ്പൊ തന്നെ കഴിക്കാൻ നോക്ക്. ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും സമയം എടുക്കും. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ എന്തോന്ന് സംസാരിക്കാൻ നിൽക്കുന്നേ? നിന്റെ സ്കൂളിലെ സംക്രാന്തി സെലിബ്രേഷൻ എങ്ങനെയുണ്ടായിരുന്നു? നീ പോട്ട്സ് ഒക്കെ പെയിന്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ? അതൊക്കെ കണ്ടിട്ട് നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞത്? കൊള്ളായിരുന്നെന്ന് പറഞ്ഞോ? എന്താ വയ്യ നിനക്ക്? എന്താ മോളെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നേ? എന്തെങ്കിലും പറ നീ. ഞാൻ നിന്നോട് കട്ടീസാ. ഞാൻ ഒരിക്കലും കള്ളം പറയരുത്. നിനക്ക് വേണമെങ്കിൽ കള്ളം പറയാല്ലേ? എനിക്ക് മാത്രം എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കാൻ പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പട്ടം പറത്തി കളിക്കാല്ലേ? സിഹി, പറയുന്നത് കേക്ക്. പട്ടം പറത്തി എന്നുള്ളതൊക്കെ സത്യവാ. പക്ഷെ ഞാൻ കള്ളം പറഞ്ഞില്ല മോളെ. ഇതും കള്ളവാ. എനിക്ക് മാത്രം എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കാൻ പറ്റില്ല. നിനക്ക് അവന്റെ കൂടെ പോയി പട്ടം പറത്താം, അവനെ മീറ്റ് ചെയ്യാം. എനിക്കൊരു റൂൾസ്, നിനക്കൊരു റൂൾസ്, അല്ലേ സീതമ്മ? സിഹി, അധികം സംസാരിക്കണ്ട, പറയുന്നത് കേട്ടാ മതി. കളിച്ച് ചിരിച്ച് സംസാരിക്കാൻ അവരെന്റെ ഫ്രണ്ടൊന്നുമല്ല. അദ്ദേഹം എന്റെ ബോസ് ആണ്. ഓഫീസിലേക്കല്ലേ പോകുന്നെന്ന് പറഞ്ഞത്? കുറെ ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഓഫീസിലേക്കാണോ പോയത്? ഞാൻ കുട്ടിയാ, എനിക്കൊന്നും മനസ്സിലാവില്ലെന്നാണോ കരുതിയത്? ഞാൻ വരാന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞല്ലേ? ചീറ്റിംഗ് ആയത്. അമ്മ നിന്നെ ചീറ്റ് ചെയ്യോ സിഹി? പിന്നെ നീ എന്തിനാ കള്ളം പറഞ്ഞത്? അന്ന് എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഹെലികോപ്റ്ററിൽ കയറിപ്പോയി. ഇന്ന് നീ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പട്ടം പറത്തി കളിച്ചു. ഇന്ന് നിന്നോട് ചൂറ്റൂറ്റു. സിഹി, പറയുന്ന കേക്കടി. റിസോർട്ടിലേക്ക് പോകുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു മോളെ. പ്രിയാന്റി പറഞ്ഞപ്പോഴാ എനിക്കത് മനസ്സിലായത്. സിഹി, നീ ഉറങ്ങിയോ? അമ്മയോട് ഒരു ഗുഡ് നൈറ്റ് പോലും പറഞ്ഞില്ലല്ലോ നീ. കള്ളം പറയുന്നവരോട് ഞാൻ സംസാരിക്കില്ല. ഞാൻ വളർത്തിയ കുട്ടിയല്ലേ, എന്റെ അതേ വാശിയാ ഇവൾക്ക്. സിഹി മോളെ, എന്തെങ്കിലും പറ. ഞാൻ നിന്നോട് കട്ടീസാന്ന് പറഞ്ഞില്ലേ? നിന്റെ പോട്ട് പെയിന്റിങ്ങിന്റെ ഇടയില് ഞാനത് ശ്രദ്ധിച്ചില്ല മോളെ. ഓഫീസ് ഗ്രൂപ്പില് വേറെ ഏതോ ലൊക്കേഷൻ അയച്ചിരുന്നേ. ഭഗവാനാണ്, അത് റിസോർട്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോളെ. പ്ലീസ് മോളെ, സീതമ്മയുടെ ദേഷ്യമൊന്നും വേണ്ട. സിഹി, ഞാനൊന്നും കേൾക്കുന്നില്ല.
ഓഫീസും നിന്റെ സ്കൂളും എങ്ങോട്ടും പോവില്ല. നിനക്ക് വേണ്ടി അതൊക്കെ ഓഫാ. ഇന്ന് ഏതൊക്കെ ക്ലാസ് ആണോ മിസ്സാവുന്നത് അതൊക്കെ നിന്റെ ഫ്രണ്ടിനോട് ചോദിച്ച് പഠിക്കണം കേട്ടോ. എന്തായാലും എന്റെ സീക്കുട്ടി ഭയങ്കര മിടിക്കുക. പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചോളൂ. ബാക്കിയുള്ള ജോലിയൊക്കെ നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ? ഓക്കേ സീതമ്മ. ഹാപ്പി അല്ലേ? ഫുൾ 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 ഹാപ്പി. ശരി, പോയി കുളിക്കാൻ നോക്ക്. ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് ബോക്സ് റെഡിയാക്കാം. ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഭക്ഷണം കഴിക്കാം. ഓക്കെ അല്ലേ? ഓക്കേ സീതമ്മ. എന്നാ പിന്നെ ഞാൻ വേഗം റെഡി ആയിട്ട് വരാമേ. സീതമ്മ, ഞാൻ ബ്ലൂ ഫ്രോക്ക് ഇട്ടോട്ടെ? വേണ്ട വേണ്ട, അത് കംഫർട്ടബിൾ ആയിരിക്കില്ല. നീ പോയി കുളിക്കാൻ നോക്ക്. ഞാൻ ഡ്രസ് എടുത്ത് വെച്ചോളാം. തോർത്ത് ബാത്റൂമിൽ തന്നെ ഉണ്ടേ. ഓക്കേ. ഭാഗ്യം, ഇപ്പോഴെങ്കിലും അവളൊന്ന് ചിരിച്ചില്ല. എങ്ങനെയെങ്കിലും റാമുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തീർക്കാൻ വേണ്ടി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം.